തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായത്തിനടുത്ത് പെരുങ്കൂർ എന്ന സ്ഥലത്ത് 45,000-ലധികം സ്ക്വയർ ഫീറ്റിൽ മറ്റൊരു അത്ഭുതം കൂടെ പുനർജനിക്കുന്നു. മ്യൂസിയം ഓഫ് ദ വേൾഡ് വേദപുസ്തകത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായി, ലോക ചരിത്രത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായി നിങ്ങളുടെ മുൻപിൽ മ്യൂസിയം ഓഫ് ദ വേൾഡ് സമർപ്പിക്കുന്നു. സൃഷ്ടിയുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള ലോക ചരിത്രത്തിലെ മാറ്റങ്ങളും അതിൻ്റെ സമയ സൂചികകളും നമ്മുടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഖബറിടം ജെറുസലേമിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതേ മാതൃകയിൽ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ തന്നെ വളരെ വിരളമായി സൂക്ഷിക്കപ്പെടുന്ന ഫിലാറ്റലിക് മ്യൂസിയം, ലോകത്തിലെ തന്നെ വെരി റയറസ്റ്റ് കളക്ഷൻ നമ്മളുടെ മ്യൂസിയത്തിൽ ഫിലാറ്റലിക് മ്യൂസിയമായി ക്രമീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം, നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരണം വളരെ വിശാലമായ ഗാലറിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ, കോയിനുകൾ, കാലഹരണപ്പെട്ട നാണയങ്ങളും പിൻവലിച്ച നോട്ടുകളുമൊക്കെ പുനരാവിഷ്കാരം ചെയ്തിരിക്കുകയാണ് നമ്മളുടെ മ്യൂസിയത്തിലൂടെ. കര, ജല, വ്യോമ ഗതാഗതങ്ങളുടെ പുരോഗതികൾ, അതിൻ്റെ പരിണാമം പുനരാവിഷ്കാരം ചെയ്തിരിക്കുന്നു. മൈക്കൽ ആഞ്ചലോ തുടങ്ങി താഴോട്ടുള്ള വിവിധ കലാകാരന്മാരുടെ പെയിന്റിങ്ങുകളുടെ ശേഖരമാണ് ആർട്ട് ഗാലറിയ. വിവിധങ്ങളായിട്ടുള്ള വരകൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. 200-ലധികം വേദപുസ്തകത്തിന്റെ ഭാഷാന്തരങ്ങൾ അടങ്ങിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാലറി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ ആദ്യകാല എഴുത്തുകൾ, പാപ്പറസ് റൈറ്റിംഗ്, സ്ക്രോൾ റൈറ്റിംഗ്, തുകലെഴുത്തുകൾ, സ്റ്റോൺ റൈറ്റിംഗ്, ക്ലേ റൈറ്റിംഗ്, ഒപ്പം തന്നെ വേദപുസ്തകത്തിന്റെ ആദ്യകാല എഴുത്തുകൾ, വേദപുസ്തകം ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച സാക്ഷാൽ ഗുട്ടൻബർഗിന്റെ അച്ചടിക്കപ്പെട്ട ബൈബിളുകളുടെ നിര, ഇവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വിവിധതരം ഉപകരണങ്ങൾ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൾമുടി, ക്രൂശിൽ തറയ്ക്കുവാൻ ഉപയോഗിച്ച ആണികൾ, വിധവയുടെ 2 ചില്ലിക്കാശ്, യൂദാ ഇസ്കരിയോത്ത വലിച്ചെറിഞ്ഞ 30 വെള്ളിക്കാശ്, ഇവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ലോകത്തിന് നൽകിയ സംഭാവനകളുടെ ആകത്തുകയും അദ്ദേഹത്തിന്റെ 40 വർഷത്തെ കഠിനാധ്വാനവുമാണ് മ്യൂസിയം ഓഫ് ദ വേൾഡ് എന്ന സാക്ഷാത്കരണത്തിലേക്ക് നയിച്ചത്. ഈ മ്യൂസിയത്തിലേക്ക് ജാതി, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു.